ഹലോ ഫ്രണ്ട്സ്, 2019 വിഷുഫലം രോഹിണി നാളുകാർക്ക് എങ്ങനെ ആയിരിക്കും? അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ആ ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ആദ്യം വിഷു എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സൂര്യൻ ഓരോരോ മാസവും ഓരോരോ വീട്ടിൽ സഞ്ചരിക്കും, മേടം മുതൽ മീനം വരെ. അങ്ങനെ അവസാനത്തെ മാസമായ മീനത്തിലാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മേടത്തിലോട്ട് കയറുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്ന ആ സമയമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. ഇത് പൊതുവെ നമ്മൾ 4 ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ വിഷുഫലം പറയുന്നത്: രാഹു, കേതു, ശനി, വ്യാഴം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഒരു മാസം ചന്ദ്രൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ 2.25 ദിവസമേ ഒരു വീട്ടിലിരിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ഒരു ഭാവം എന്ന് പറയും, ഒരു വീടെന്ന് പറയും. അതായത് ചൊവ്വാന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് 1.5 മാസം, പിന്നെ ശുക്രൻ 1 മാസം. ഇങ്ങനെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ 1 മാസം 1.5 മാസം ആകുമ്പോൾ ഓരോ വീട്ടിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു വർഷം മൊത്തം ഇങ്ങനെ ഒരേ വീട്ടിൽ തന്നെ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഈ 4 ഗ്രഹമായിരിക്കും. അതുകൊണ്ട് അത് വെച്ചിട്ടായിരിക്കും ഫലം പറയുന്നത്, എന്നാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല, ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഈ രോഹിണി നാളുകാർക്ക് 50% ഏകദേശം കറക്റ്റായിരിക്കും. ബാക്കിയുള്ള 50% കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതകത്തിൽ നിങ്ങൾ ജനിച്ച സമയത്ത് ഉള്ള ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് അത് അടിസ്ഥാനമായിരിക്കും ബാക്കിയുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാലും ഏകദേശം ഒരു 50% അത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ പൊതുവെ ഈ വർഷം എന്ന് പറയുന്നത് ഓരോരോ വർഷത്തിനും ഓരോരോ പേരുണ്ട്. ഈ വർഷം വികാരി എന്ന് പറയും. ആ വികാരി വർഷം എന്ന് പറയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്ന് വെച്ചാൽ, ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ചിട്ട് നടക്കാത്തവർക്ക് ഈ വർഷം തീർച്ചയായിട്ടും കല്യാണം നടക്കും. അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പൊതുവെ ഈ വർഷം രോഹിണി നാളുകാർക്ക് ഈ വർഷം നല്ലൊരു വർഷമായിരിക്കും. അവർക്ക് 2ൽ രാഹു സഞ്ചരിക്കുന്നു. 2 പറഞ്ഞു കഴിഞ്ഞാൽ ധനം. ഈ വർഷം അവർക്ക് ഒരുപാട് അവരുടെ ബാങ്ക് ബാലൻസ് ഒക്കെ എന്ന് പറയുന്നത് ഒരുപാട് ഇൻക്രീസ് ആവും. ഒരുപാട് കാശ് ഒരുപാട് അവർക്ക് വരും. പിന്നെ ഒരുപാട് സ്വർണം അതൊക്കെ അവർക്ക് മേടിച്ച് കൂട്ടാൻ പറ്റും. പിന്നെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വർഷം അവർക്ക് ബിസിനസ് ചെയ്യാനും സാധിക്കും. കല്യാണം എന്ന് പറയുന്നത് അതും 2ാം സ്ഥാനത്തിലാണ് വരുന്നത്. അങ്ങനെയാകുമ്പം കല്യാണം നടക്കാതെ ഇരിക്കുന്ന രോഹിണി നാളുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വർഷം കല്യാണം നടക്കാനുള്ള ചാൻസും കൂടുതലായിരിക്കും. കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഈ രോഹിണി നാളുകാർക്ക് ഉണ്ടെങ്കിൽ അത് ഈ വർഷം അത് ഒരുപാട് അത് കുറയും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അവർക്ക് ഇപ്പം 8ൽ കേതു സഞ്ചരിക്കുന്നു. കേതുവിൻ്റെ കൂടെ പിന്നെ ശനിയും നിൽപ്പുണ്ട്, പിന്നെ ഗുരുവും വരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇപ്പം 2 പറയുന്നത് ധനം. രാഹു എന്ന് പറയുന്നത് ഏതൊരു കാര്യവും അത് ഇൻക്രീസ് ചെയ്യും ഒരുപാട്. കേതു എന്ന് പറയുന്നത് അത് ഡിക്രീസ് ചെയ്യും, അത് ഒരുപാട് കുറയ്ക്കും. അങ്ങനെയാകുമ്പോൾ 8 പറയുന്നത് അസുഖം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അത് കേതു അത് കുറയ്ക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ഒരുപാട് ലക്ഷങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ വർഷം തീരുമ്പം ആ കടമൊക്കെ ഒരുപാട് കുറയും. ധനം ഒരുപാട് രാഹു ഇൻക്രീസ് ചെയ്യും. പിന്നെ ഷെയർ മാർക്കറ്റ് വഴി ആരെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് പൈസ കിട്ടാനുള്ള ചാൻസും ഈ വർഷമുണ്ട്. രോഹിണി നാളുകാർക്ക് അവരുടെ വൈഫ് വഴി അവർക്ക് പ്രോപ്പർട്ടീസ് കിട്ടാനും ഈ വർഷം ചാൻസ് കൂടുതലാണ്. പിന്നെ പൊതുവേ ഇവർക്ക് എന്തെങ്കിലും ആധാരം അങ്ങനെയൊക്കെ എഴുതാനുള്ള ചാൻസും ഈ വർഷം കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ വസ്തു മേടിക്കാനോ അങ്ങനെയുള്ളതും ഇവർക്ക് കൂടുതലായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഒരു ദോഷം എന്താണെന്ന് പറയുകയെന്നുണ്ടെങ്കിൽ, സ്പീച്ച് 2ാം സ്ഥാനം എന്ന് പറയുന്നത് സ്പീച്ച്, അതും രാഹു ഇൻക്രീസ് ചെയ്യും. ഒരുപാട് സംസാരം ഇവർക്ക് കൂടുതലായിരിക്കും ഈ വർഷം. അത് കാരണം കൂടിക്കഴിഞ്ഞാൽ അത് ചെറിയൊരു പ്രശ്നങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മാറാന്ന് ഏത് ടോപ്പിക്കാണോ സംസാരിക്കുന്നത്, ആരുടെടുത്തോ സംസാരിക്കുന്നത്, അത് ഒന്ന് കൺട്രോൾ ചെയ്ത് സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ലതായിരിക്കും. പൊതുവെ എല്ലാവർക്കും അറിയാം, ഈ രാഹു കേതു എന്ന് പറയുന്നത് പാമ്പാണ്. അതിനെന്ന് പറയുന്നത് നോൺ വെജ് ഒരുപാട് ഒരുപാട് താല്പര്യമുള്ളതാണ്. അങ്ങനെയാകുമ്പം ഈ രോഹിണി നാളുകാർക്ക് ഈ ഒരു വർഷം അവർക്ക് നോൺ വെജ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് അവർക്ക് കൂടുതലായിരിക്കും, താല്പര്യം കൂടുതലായിരിക്കും. അവർക്ക് കഴിക്കുകയും ചെയ്യാം, കഴിക്കാനുള്ള കാശും അവർക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു നിയന്ത്രണം വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഡൈജഷൻ അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്.
അങ്ങനെയാകുമ്പം ഗ്യാസ് പ്രോബ്ലം വരാനുണ്ട്, പിന്നെ ഫുഡ് പോയ്സൺ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഇച്ചിരി നിയന്ത്രിക്കണം. പിന്നെ രണ്ടെന്ന് പറയുന്നത് അച്ഛൻ്റെ അസുഖം, ഫാദറുടെ ഡിസീസും കൂടെ കാണിക്കുന്നുണ്ട്. അതും കൂടെ ചിലപ്പോൾ ഒരു ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചൊന്ന് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഇഷ്യൂ വരത്തില്ല. പൊതുവെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന രോഹിണി നാളുകാർക്ക് ഈ വർഷം നല്ലതായിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര സത്യമുണ്ടെന്ന് ഈ വർഷം അവസാനിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം.